മതേതര കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയായ വിജയരാഘവൻ ഉന്നയിച്ചത്. എത്ര അസംബദ്ധമായ പ്രസ്താവനയാണെന്ന് നിങ്ങൾ നോക്കണം. ഇങ്ങനെ ഒരു ഭാഷ ഇവിടുത്തെ RSSകാരൻ പോലും ഇവിടെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അത്രയും മോശമായ ഭാഷയിൽ ഉപയോഗിച്ചത്. രാഹുൽ ഗാന്ധിയും സുനീർ എന്ന ഒരു മുസ്ലിം നാമധാരിയുമാണ് ആദ്യം മത്സരം നടന്നത്. അന്ന് 4.5 ലക്ഷം വോട്ടിനാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത്. ആരെ വോട്ടാണത്? എന്താ ഈ വർഗീയത എന്നതിന്റെ വിവക്ഷ? സുനീർ എന്ന മുസ്ലിമിനേക്കാളും 4.5 ലക്ഷം വോട്ടിന് രാഹുൽ ഗാന്ധി എന്ന ഹിന്ദു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച ഒരു മതേതര സമൂഹമാണ് വയനാട്ടിലുള്ളത്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പ് നോക്കുക, അന്നും നോക്കുക. രണ്ടാമത് തെരഞ്ഞെടുപ്പ് നടന്നപ്പം കെ സുരേന്ദ്രനാണ് എതിർ സ്ഥാനാർത്ഥി. രാഹുൽ ഗാന്ധി വിജയിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വിജയം മുസ്ലിം വർഗീയതയുടെ വിജയമാണെന്ന് സുരേന്ദ്രൻ പോലും എന്താണ് പറഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കണം. ഇപ്പൊ എന്താ പറയുന്നത്? പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിന്റെയും ഒക്കെ മുന്നേറ്റത്തിന് മുന്നിലും പിന്നിലും നിന്നത് എന്താ പറയാ, ഏത് മുസ്ലിം ഏത് അപകടകാരികളാണ് നിന്നത്? ഇങ്ങോട്ട് പറ, ഏത് അപകടകാരി? ഞങ്ങളാണുള്ളത്, മുസ്ലിം ലീഗാണ്. പിന്നെ ആ ലോക്സഭാ മണ്ഡലത്തിന്റെ മൊത്തം സ്ഥിതിഗതികൾ നിങ്ങൾ എടുക്കുക. കൽപ്പറ്റ മുസ്ലിം ഭൂരിപക്ഷമാണോ? മാനന്തവാടി മുസ്ലിം ഭൂരിപക്ഷമാണോ? സുൽത്താൻ ബത്തേരി മുസ്ലിം ഭൂരിപക്ഷമാണോ? തിരുവമ്പാടി മുസ്ലിം ഭൂരിപക്ഷമാണോ? നിലമ്പൂരോ? ഒക്കെ സമാസമമാണ്. ഒരു വണ്ടൂർ വേറനാട് മാത്രമാണ് അസംബ്ലി മണ്ഡലത്തിൽ എന്താണ് മുസ്ലിം ഭൂരിപക്ഷം എന്ന നിലക്കുള്ളത്. ബാക്കി എന്താണ്? ഒരു വയനാടിലെ ഒരു ജനതയെ, അത് CPM പോലുള്ള പാർട്ടി, ഈ വിജയരാഘവൻ എന്താ ഭ്രാന്തായോ? അയാളുടെ വായക്ക് ചങ്ങലടേണ്ട സമയം കഴിഞ്ഞു. അല്ലെങ്കിൽ CPM എന്ന പാർട്ടി ഇവിടെ ഉണ്ടാവില്ല. ആ പാർട്ടിയിൽ മുസ്ലിങ്ങൾക്ക് ഇനി എങ്ങനെ നിൽക്കാൻ കഴിയും? ഏത് രീതിയിലാണ് ഏങ്കിൾ ചെയ്തത്? എന്താ ഇതൊക്കെ? ഇയാൾ ഇന്നൊന്നിനും തുടങ്ങിയതല്ലോ. ഇയാൾ എത്ര കാലമായി ഇത് പറയാൻ തുടങ്ങിയിട്ട്? ഇയാളെ പോലുള്ള ഇത്തരം നയം വെച്ചിട്ട് CPM എങ്ങനെ മുന്നോട്ട് പോവുക? ഇത് കേന്ദ്ര BJPക്ക്, ഈ സെൻട്രൽ BJPയുടെ നയമാണ് ഇവിടുത്തെ CPM-ന്റെ നേതാക്കളിലൂടെ പുറത്തു വരുന്നത്. ന്യൂനപക്ഷങ്ങളെ കുറെ പ്രീണിപ്പിക്കാൻ കുറെ ഇഫ്താർ വിരുന്നും പോത്തിറച്ചി ഫെസ്റ്റിവലൊക്കെ നടത്തി നോക്കി, ഒരു പ്രയോജനം ഉണ്ടായില്ല. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പം വർഗീയത ആടിക്കത്തിക്കുക. ഭൂരിപക്ഷത്തെ ഒരു മുസ്ലിം വിരുദ്ധർ BJPയെക്കാളും ഞങ്ങളാണ് എന്ന് വരുത്തി തീർത്ത് ഈ എന്താ പറയാ, മുസ്ലിം വിരുദ്ധരായ ആളുകളെ വോട്ട് BJPയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരണം. എവിടെ വരാനാ? ഈ കേരളമാണത്, മലയാളികളാണ്. അവര് ശരിയായ ചിന്താബോധത്തിലാണ്. അവർക്കറിയാം. പാലക്കാട്ട് പോലും നമ്മൾ കണ്ടില്ലേ? പാലക്കാട്ട് നഗരസഭയിൽ 1 തൊട്ട് 15 വരെയുള്ള വാർഡുകൾ, ബൂത്തുകൾ, അത് നിങ്ങൾ പഠിക്കി. ആരാണ്? ആ ചുണ്ണാമ്പുതറ, പിന്നെ നൂറണി തുടങ്ങി ആ വല്യങ്ങാടി, കൽപ്പാത്തി വരെ നിലനിൽക്കുന്ന ആ ബൂത്തുകളിൽ ചോട്ടാ നാഗ്പൂർ എന്നാണ് ആ സ്ഥലത്തെ വിശേഷിപ്പിക്കുന്നത്. നാഗ്പൂർ എന്ന ആസ്ഥാനം RSSന്റേത് മഹാരാഷ്ട്രയിൽ നിലനിൽക്കുമ്പോൾ ചോട്ടാ നാഗ്പൂരായിട്ട് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലം ഇങ്ങ് കേരളത്തിലെ പാലക്കാട്ടെ ഞാൻ ഈ പറഞ്ഞ ബൂത്തുകൾ നിൽക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് 4000 തൊട്ട് 6000 വോട്ട്, 8000 വരെ BJP ലീഡ് ചെയ്യാറ്. അവിടെയാണ് 6000 വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്തത്. അവിടെ UDF-നൊന്നും ബൂത്തിൽ പോലും ഇരിക്കാൻ ആളില്ല. കേരള പോലീസിന് പോലും അവിടെ കടന്നു ചെല്ലാൻ കഴിയില്ല. അങ്ങനത്തെ സ്ഥലമാണ്. അവിടുത്തെ അവിടുത്തെ BJPക്ക് വോട്ട് ചെയ്യുന്ന ഒരു സമൂഹം, അവർ ഈ പൂരം കലക്കാൻ തുടങ്ങിയിട്ടുള്ള തെമ്മാടിത്തം നടത്തിയ ഒരു പാർട്ടിയോടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് കോൺഗ്രസിലേക്ക് മറിച്ച് വോട്ട് ചെയ്തു. അതാ വരക്കട്ട് കണ്ടത്. ആ വോട്ട് ചെയ്തവരെ പോലും എന്താക്കി മാറ്റിവര്? അത് ജമാഅത്തെ ഇസ്ലാമി SDPI ചെയ്യുന്ന ഒരു എന്താ പറയാ, ഒരു പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് പോലും കൊള്ളാവുന്ന ആളില്ലാത്ത ഈ ഈർക്കിർ പാർട്ടികളെ വെച്ചുകൊണ്ട് പറയാ അവിടെ വോട്ട് ചെയ്ത മതേതരരായ ഹിന്ദുക്കളടക്കമുള്ളവർ അവരൊന്നിനും പറ്റാതായി. അതിന്റെ വിജയം അവർക്ക്. വിജയരാഘവൻ ഇതാദ്യമായിട്ടല്ലോ പറയുന്നത്. 2018 മലപ്പുറത്ത് ദേശീയവാദ സമരം, ഗെയിൽ സമരത്തിലും മുസ്ലിം തീവ്രവാദികൾ ആ വാക്കാണ് പറഞ്ഞത്. ഇപ്പോഴും CPM പറയുന്നത് ഞങ്ങൾ ഈ പറയുന്നത് മുസ്ലിം തീവ്രവാദികൾക്കെതിരായിട്ടുള്ളതാണെന്ന്. ലീഗ് ഇത് വാങ്ങി തലയിൽ വെക്കേണ്ട ആവശ്യമുണ്ടോ? ലീഗ് വാങ്ങി എന്തിനു തലയിൽ വെക്കണേ? ഈ വിജയരാഘവൻ എത്ര കാലമായി ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ട്? ഈ വിജയരാഘവനെ നിയന്ത്രിക്കേണ്ടത് CPM എന്ന പാർട്ടിയാണ്. ഗോവിന്ദൻ മാഷി ഇത് സംബന്ധമായി എന്ത് നിലപാട് പറയുന്നു എന്ന് കാത്തിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല, CPM-ന്റെ അകത്ത് അഭയം തേടിയ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് മുസ്ലിം നാമധാരികൾ ആ പാർട്ടിയിലുണ്ട്. അവർക്ക് ഞാൻ പാർട്ടിയിൽ നിൽക്കാൻ കഴിയോ? അല്ല, ഇത് വിജയരാഘവൻ മാത്രമല്ല. അല്ല, ശ്രീ ഷാഫി ഷാരിയ, ഇത് വിജയരാഘവൻ മാത്രമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ ഈ സംഘടനാ തലം ചലിപ്പിച്ചത് ജമാഅത്ത് ഇസ്ലാമിയും SDPI ആണെന്ന് AK ബാലനും പറഞ്ഞിട്ടുണ്ട്. അതെ, അതൊന്ന് ഈരാറ്റുപേട്ടയിൽ ഇപ്പൊ അടുത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടിന്റെ കണക്ക് ഈ ചർച്ച കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അപർണ പരിശോധിക്കും. അപ്പൊ അപർണക്ക് അത് മനസ്സിലാവും. CPM 2ാം സ്ഥാനത്താ അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഈ തെരഞ്ഞെടുപ്പിൽ CPM 3ാം സ്ഥാനത്താ.
300 ചില വോട്ടേ CPM കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. ഇത്തവണ വെറും 30 വോട്ടേ ഉള്ളൂ. ബാക്കി മുഴുവൻ എവിടേക്ക് പോയി? SDPI 2ാം സ്ഥാനത്തെത്തി. ഈ ഇടപാട് മനസ്സിലാക്കാൻ നേരെ അരിഭക്ഷണം കഴിക്കുന്നവർക്ക് കഴിയും. ഞാൻ അതിന്റെ എണ്ണം കുറെ ഈ ചർച്ചയിൽ പറഞ്ഞത്. SDPI ഇവരും തമ്മിൽ ഒരുമിച്ച് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തൊക്കെ കണക്ക് പറഞ്ഞ് മടുത്തും. ഇറ്റിങ്ങളെ തലയിൽ അത് കയറൂല. ഞങ്ങൾക്ക് പറയാനും ഇത്രയേ ഉള്ളൂ. CPM തീക്കൊള്ളിക്കൊണ്ട് തലയുകയാണ്. ഇപ്പൊ അഡ്മിറ്റാക്കാൻ ആ വിജയരാഘവനെ പോയി എന്ത് ചെയ്യണം? കുതിരവട്ടത്ത് ഇപ്പോഴാണ് എടുക്കും, കുറച്ച് കഴിഞ്ഞ് അത് എടുക്കൂല. അയാൾക്ക് ഭ്രാന്തായിട്ടുണ്ട്. BJP പോലും ആ കാര്യത്തിൽ കാണിക്കുന്ന സമചിത്തത പോലും. കാരണം ഉത്തരേന്ത്യ വിളിച്ചു പറഞ്ഞതുപോലെ കേരളത്തിൽ വിദ്യാസമ്പന്നരായ ഒരു മതേതര സമൂഹത്തോട് വിളിച്ചു പറഞ്ഞാൽ അത് ആപത്താണെന്നുള്ള തിരിച്ചറിവ് BJPക്ക് ഉണ്ട്. അതാണ് ഇത്ര വിഷം തുപ്പാൻ BJP പോലും വരാത്തത്. ആ സ്ഥാനത്താണ് ആളുകളെ ഞെട്ടിച്ചുകൊണ്ട് ആ വിജയരാഘവൻ വന്നത്. പറഞ്ഞ കൂട്ടിയ വർത്തനത്തെ നേർക്ക് പറയും. ഏത് തീവ്രവാദികൾ? അവർക്കൊരു പേരുണ്ടല്ലോ. ഏത് തീവ്രവാദികളാണ് പ്രിയങ്കന്റെ മുന്നിൽ നിന്നത്? ഏത് തീവ്രവാദികളാണ് പിറകിൽ നിന്നത്? ഇവർക്ക് ഒരു വിജയം ഉണ്ടാക്കാൻ മാത്രം തീവ്രവാദികളുടെ എണ്ണം എത്രയാണ് ഈ കേരളത്തിൽ? വയനാട്ടിൽ തീവ്രവാദികൾക്ക് എത്ര ലക്ഷം വോട്ടുണ്ട്? അത് വ്യക്തമാക്കാൻ CPM മുന്നോട്ട് വരണം. ലക്ഷക്കണക്കിന് മതേതരവാദികളുടെ വോട്ട് അവിടെ ഉള്ളത്. അത് മനസ്സിലാക്കണം. അവിടെ എത്ര നിങ്ങൾ 1, 2, 3 നിയോജക മണ്ഡലത്തിൽ നിങ്ങളല്ലേ ജയിച്ചത്? ഇല്ലേ? 3 നിയോജക മണ്ഡലത്തിൽ നിങ്ങളെ ജയിപ്പിച്ചത് വർഗീയവാദികൾ വയനാടുണ്ടെങ്കിൽ മാനന്തവാടിയിൽ ഇടതുപക്ഷക്കാർ വിജയിച്ചത് ആരുടെ വോട്ടിലാണ്? ശ്രീ ഷാഫി ചാലിയം ഒറ്റ ചോദ്യത്തിനകത്ത് കൂടെ ചേർത്ത് ചോദിക്കുന്നത്, വിജയരാഘവനെ പോലെ പോളിറ്റ് ബ്യൂറോ മെമ്പർ വാവിട്ട വാക്ക് പറയുകയാണ്, അല്ലെങ്കിൽ അത് കുതിരവട്ടത്ത് കൊണ്ടുപോയി ചികിത്സിക്കാനുള്ളതാണ്. ഇങ്ങനെ നിസ്സാരവൽക്കരിക്കുകയാണോ മുസ്ലിം ലീഗ്? ഇത് CPM എന്നൊരു പാർട്ടിയുടെ നയമാണ്, അല്ലെങ്കിൽ ഒരു നയമാറ്റമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം. അതുകൊണ്ടാണ് വിജയരാഘവൻ മാത്രമല്ല, അത് AK ബാലനാണെങ്കിലും അല്ലെങ്കിൽ P മോഹൻ അടക്കമുള്ളവരാണെങ്കിലും എല്ലാം പറയുന്നത്, പാണക്കാട് തങ്ങളെ കുറിച്ച് പോലും പരാമർശം ഉണ്ടാകുന്നത് അതൊരു പാർട്ടിയുടെ നയമാറ്റമാണ് എന്ന് ലീഗ് കരുതുന്നേയില്ല. ലീഗ് എവിടെ ഇതിനെ നിസ്സാരമാക്കിയത്? ഞങ്ങളുടെ പാർട്ടി ലീഡർ PK കുഞ്ഞാലിക്കുട്ടി അതിശക്തമായിട്ടല്ലേ ഇതിനോട് പ്രതികരിച്ചത്? ഞങ്ങളെ സംസ്ഥാന സെക്രട്ടറി KM ഷാജി അതിരൂക്ഷമായിട്ടല്ലേ ഇതിനോട് പ്രതികരിച്ചത്? ഇപ്പൊ ഇതിന്റെ പ്രതികരണം മോശ. ഇനി ഞാൻ തീവ്രത കൂട്ടണോ പ്രതികരിക്കാൻ? ഇതിലപ്പുറം ഇതെങ്ങനെ നിങ്ങൾക്ക് നിസ്സാരമാണെന്ന് തോന്നാൻ പറ്റുക? അതല്ല, ഒരു വ്യക്തിപരമായിട്ടോ നേതാക്കൾക്കില്ലോ അല്ല, ഇതൊരു പാർട്ടിയുടെ നയമല്ലേ, ഒരു പാർട്ടിയുടെ നയവ്യതിയാനമല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഒരു സമയത്ത് മുസ്ലിം ലീഗിനോട് പോലും അനുകൂലമായ നിലപാടുണ്ടായിരുന്ന ഒരു പാർട്ടി ഈ തരത്തിൽ കൃത്യമായ ഒരു നയത്തിന്റെ പുറത്തല്ലേ ഈ പരാമർശങ്ങൾ നടത്തുന്നത് എന്ന് ലീഗ് മനസ്സിലാക്കുന്നുണ്ടാകുമല്ലോ എന്നാണ് ചോദിച്ചത്. അതെ 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 അതായത് അവരുടെ ബ്രാഞ്ച് സമ്മേളനം കഴിഞ്ഞു. ബ്രാഞ്ചിൽ നിന്നും ലോക്കലിലേക്ക് ആളുകളെ തെരഞ്ഞെടുത്തു. ലോക്കൽ സമ്മേളനം കഴിഞ്ഞു. അവിടെ നിന്നും ഏരിയ കമ്മിറ്റിയിലെ ആളുകളെ സെലക്ട് ചെയ്തു. ഏരിയ സമ്മേളനം കഴിഞ്ഞു. ഏരിയ സമ്മേളനത്തിൽ നിന്നാണ് ജില്ലാ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത്. ആ ജില്ലാ പ്രതിനിധികളോടാണ് ഈ മനുഷ്യൻ, ഈ പോളിറ്റ് ബ്യൂറോ മെമ്പർ സംസാരിക്കുന്നത്. ഇത് പാർട്ടി കോൺഗ്രസ് വരെ എത്തുന്ന ഒരു പ്രോസസ്സാണ്. അവിടെ എന്താ ഈ പറയുന്നത്? ഈ സമുദായത്തെ കുറിച്ച് ഇത്ര മോശമായിട്ട് എന്താ എല്ലാ മതക്കാരും കൂട്ടി പറയാത്തത്? തീവ്ര സ്വഭാവമുള്ളവരെ എല്ലാ മതത്തിലും ഇല്ലേ? നമ്മൾ കണ്ടതല്ലത്. ഇത് എപ്പോഴും ഒരു മുസ്ലിങ്ങളെ മാത്രം ഫ്രെയിമിലിട്ടിട്ട് ഇപ്പിനെ ചീത്ത പറയാൻ നിങ്ങൾക്ക് അരിവാളം ചുറ്റേക്കും വോട്ട് ചെയ്ത ഒരുപാട് ലക്ഷോപലക്ഷം മുസ്ലിങ്ങളുണ്ട്. അവരെ നേരെ നിങ്ങൾ പല്ലിളിക്കല്ലേ? അവരല്ലേ പ്രതിസന്ധിയിലായത്? താഴെത്തട്ടിൽ അവർക്ക് എന്ത് പറയാനുണ്ട്? ഞാൻ ഇന്നും ഇന്നലെയായി പലരും കണ്ടു. അവരെ മുഖം പോലും വളരെയധികം വിഷമത്തിലാണ്. കാരണം തീവ്രവാദികളാണ് ഞങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങളെ ഉദ്ദേശമല്ല കിട്ടേണ്ടത്, നിങ്ങളെ വായിന്ന് വന്നതാ. ഞാൻ വന്നപ്പം അവിടെ ഇരിക്കുന്ന സാബു ചേട്ടനെ ഞാൻ റെജി ലൂക്കോസിനെ ഞാൻ തന്തക്ക് വിളിക്കുക. എന്നിട്ട് പിന്നെ പറയാണ് ഞാൻ വിളിച്ചത് നിങ്ങൾ അമ്മാവനാണെന്ന് പറയാം. അതുകൊണ്ട് എന്ത് കാര്യമുള്ളത്? നമ്മുടെ മനസ്സിലുള്ളതല്ല, നമ്മൾ ഉദ്ദേശിച്ചില്ല. നമ്മളെ വായിന്ന് വരുന്ന ജനങ്ങൾ കേൾക്കുന്ന പ്രേക്ഷകർ എന്താ വിജയരാഘവന്റെ വായിന്ന് വന്ന വിഷം എത്രമാത്രം ഗൗരവമുള്ള വാദമാണ്, എത്രമാത്രം ആക്ഷേപർഹമാണ്. CPM-ന് വോട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളുടെ മുമ്പിൽ ഇനി എന്താ മാർഗം? ഒരു സമുദായത്തെ അടച്ചാക്ഷേപിക്കില്ലേ? തീവ്രവാദികളാണെങ്കിൽ ആ തീവ്രവാദികളുടെ പേര് പറയാം, ആ തീവ്രവാദികളുടെ എണ്ണം പറയാം. വയനാട് ജില്ലയിൽ നിങ്ങൾ 3-4 സ്ഥലത്ത് നിങ്ങൾ ജയിച്ചാണ്. ആരുടെ വോട്ടോടെ നിങ്ങൾ ജയിച്ചത്? അത് ഇത്ര മനസ്സിലായി. ഇത്ര തീവ്രവാദികൾക്ക് വോട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂടെ ഈ തീവ്രവാദികൾ ചേർന്നാൽ അവര് എന്താണ് മതനിരപേക്ഷർ? കോൺഗ്രസിലെങ്ങാനും ആരെങ്കിലും വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ അന്നേരം ഭീകരർ. നിങ്ങളൊക്കെ ട്രാക്ക് ഇവിടെ ഉണ്ടല്ലോ. നിങ്ങളെ പ്രീവിയസ് പൊളിറ്റിക്കൽ ട്രാക്ക് കൃത്യമായി കേരളത്തിൽ ഏത് കൊച്ചുകുട്ടിക്കും പരിശോധിക്കാം. ഇന്നത്തെ കാലത്ത് ജമാഅത്തെ ഇസ്ലാമി തത്തമേ പൂച്ച എന്ന് പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമിയെ 2012 വരെ എവിടെയായിരുന്നു നിങ്ങൾ? എത്ര വലിയ വലിയ കമ്മിറ്റികൾ എടുത്തു? മുസ്ലിം സമുദായത്തിനെ പ്രതികരിച്ചുകൊണ്ട് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാരെയാണ് അച്യുതാനന്ദന്റെ കാലത്തെടുത്തത്. പാഠപുസ്തക കമ്മിറ്റിയാ, അതേമാതിരി തന്നെ പാലുളി കമ്മിറ്റിയാ. ഈ സമസ്ത പോലെ മുസ്ലിങ്ങൾ അണിയേരുന്ന ബഹുഭൂരിപക്ഷം അണിയുന്ന സംഘടനയിൽ ഒരൊറ്റ ആളെപ്പോലും എടുക്കില്ല. ലീഗിനെടുക്കണ്ട. ഈ പാഠപുസ്തക കമ്മിറ്റിയിൽ ജമാഅത്തേരെ കയറ്റി. എന്താ അവിടെ സംഭവിച്ചത്? ആകാശ് ഇടിഞ്ഞു വീണോ? മൗലാന മൗദൂദിന്റെ ജീവചരിത്രം പാഠ്യപുസ്തകമായോ? അതുകൊണ്ട് എന്ത് ആപത്തുണ്ടായത് നിങ്ങൾ പറയും?
നിങ്ങൾ തന്നെ ഇത്ര കാലം മുസ്ലിം സമുദായത്തിന് പ്രതികരിക്കാൻ 10-80 ലക്ഷം മുസ്ലിങ്ങളെ കേരളത്തിൽ വെറും 3000 മെമ്പർഷിപ്പുള്ള ജമാഅത്തെ ഇസ്ലാമിയെ ഒരു കാലത്ത് തെരഞ്ഞെടുക്കുന്നു. പെട്ടെന്ന് നിങ്ങൾ നയം മാറാൻ കാരണം എന്താ? നിങ്ങളെ നയല്ല മാറിയത്. ജമാഅത്തെ ഇസ്ലാമി ദേശീയ രാഷ്ട്രീയം മാറിയപ്പോൾ അവർ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചു. ആ ഒരു ഒറ്റ തെറ്റായിരുന്നത്. അതിനുപേരിൽ ഞങ്ങൾക്ക് ബുദ്ധി ഉപയോഗിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇതൊക്കെ ആരും വിശ്വസിക്കും ഈ മണ്ടത്തരങ്ങളൊക്കെ? ഇപ്പൊ നോക്കി ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആരാ ദേശീയ തലത്തിലെ ശ്രദ്ധേയവർ? ഈ രാഹുൽ ഗാന്ധിക്ക് നേരെ അപരന്മാരെ നിർത്തി രാഹുലിനെ തോൽപ്പിക്കാൻ ഇറങ്ങിയവരാണ്. ആ രാഹുലിന്റെയും ആ പാർട്ടിയുടെയും ഔദാര്യത്തിൽ രാജസ്ഥാനിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരോ ചെറിയ സീറ്റ് കിട്ടിയത്. അതിന് ഫലത്തിലാണ് ഇന്ന് തമിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്നൊക്കെ അവിടെ പോയിരിക്കുന്നത്. ആ സീതാറാം യെച്ചൂരി മരിക്കും വരെ രാഹുൽ ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ കേരളത്തിലെ ഈ ഭ്രാന്തന്മാരായ ആളുകളാണ് ഈ CPM ഉള്ളത്. ഇവരൊരു ഭാരമാകും. അതാ മനസ്സിലാക്കണേ. നിങ്ങളെ പിന്തുണച്ച കുറെ മുസ്ലിം സംഘടനകളൊക്കെ എന്ത് ചെയ്യും? ഓക്കെ, റൈറ്റ്. ഷാഫി ചാലിയം